തീർച്ചയായും ഇവിടെ നിന്ന് ഈ ഓൺലൈനുകൾ മാത്രമാണോ അതോ മൊബൈലുകളുമായിട്ട് വരുന്നവർ മാത്രമാണോ ഇത്തരം പരിസരബോധമില്ലാതെ പെരുമാറുന്നതെന്ന ചോദ്യമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നുള്ളവർക്ക് കൂടി വീഴ്ചകൾ പറ്റിയിട്ടുള്ള സന്ദർഭങ്ങൾ വളരെയധികമുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ പറഞ്ഞ എല്ലാവരും കച്ചവടവൽക്കരണം അല്ല കച്ചവട സാധ്യതകൾ എന്നാണ്. കണ്ണീര് വിൽക്കാനുള്ള ഒരു വലിയ ഉപാധിയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ സങ്കടം പകർത്തിയെടുത്ത് എനിക്ക് ഡോളർ സമ്പാദിക്കാം എന്ന് തീരുമാനിച്ച് ഒരു കൂട്ടം ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ആർക്കും തടയാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ തെളിയിക്കുന്നത്. ഇന്നലെ ചന്തു ചൂടാകുന്നതിന് മുമ്പ് വി.ഡി. സതീശൻ തന്നെ തട്ടിക്കയറി നമുക്ക് കാണുന്നു. മാറി നിൽക്ക് എന്നൊക്കെ കെ സി വേണുഗോപാൽ വന്ന സമയത്ത് ആളുകളോട് പറയുന്നുണ്ട്. കാരണം ആ സമയത്ത് ആളുകൾ സന്ദർഭം കൂടിയുണ്ട്. വി.ഡി. സതീശൻ കയറി വരുന്ന സമയത്ത് വി.ഡി. സതീശന് ഹാരമണിയിക്കാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. മരിച്ച വീട്ടിലെ ഹാരമണി. അപ്പം വി.ഡി. സതീശനെ തട്ടി മാറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ഔചിത്യബോധമില്ലാതെ എത്ര ആളുകളാണ് അവിടെ. ഇത് തന്നെയാണ് യഥാർത്ഥ പ്രശ്നം. ഇവിടെ നമുക്ക് പരിസരബോധത്തോടു കൂടി പെരുമാറുക എന്നുള്ളത്. എല്ലാത്തിനും ഒരു പ്രോട്ടോക്കോൾ കൊണ്ടുവന്നിട്ട് സർക്കാരിന് ഇത് തടയാനൊന്നും കഴിയില്ല. പക്ഷേ നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം നമ്മൾ നടത്തുന്ന പണി എന്താണ് എന്ന് ആദ്യം ആലോചിക്കണം. അതിനനുസരിച്ച് നമ്മുടെ കവറേജ് സംവിധാനങ്ങളെ കൂടി പുനരാലോചിക്കേണ്ട ഘട്ടമുണ്ട്. ഇന്നലെ അവിടെ എന്തെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്നലെ ടൗൺ ഹാളിലൊക്കെ മാധ്യമങ്ങൾക്ക് പ്രത്യേക സ്ഥലമൊക്കെ ക്രമീകരിച്ചിരുന്നു. പക്ഷേ വീട്ടിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അവിടെ പോലീസിന് എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഒരുക്കുകയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരുക്കുകയോ ഒന്നും സാധ്യമല്ല. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലം വരെ മാത്രം പ്രവേശനം അനുവദിക്കാൻ തുടങ്ങിയ ഇതൊക്കെ മാധ്യമങ്ങൾക്കായിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ മൊബൈൽ ഫോണുമായി വരുന്ന മനുഷ്യരെ ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അവിടെ ഇവരെ എന്ത് ചെയ്യണം എന്നുള്ളതും ഈ മനുഷ്യൻ സ്വയം മറക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ സ്വയം മറന്നു പോകുന്നതുകൊണ്ടാണ് മറ്റുള്ളവൻ്റെ സ്വകാര്യത മാനിക്കാതെ അവൻ്റെ വിഷമങ്ങൾ മാനിക്കാതെ കടന്നു ചെല്ലുന്ന ആ കുടുംബത്തെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും ഇന്നലത്തെ സന്ദർഭം. അങ്ങനെ ഒരു മകൻ പൊട്ടിത്തെറിക്കണമെങ്കിൽ. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ എന്ത് കഴിയുമെന്ന് ചിന്തിക്കുന്നിടത്ത് നേരത്തെ നൗഫൽ പറഞ്ഞ പോലെ നമുക്കും റോളുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളുടെയും പല ഭാഗത്ത് ഇപ്പം ചാനലുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പല ചാനലുകളും ഒരു സ്ഥലത്ത് ഒരുപാട് യൂണിറ്റുകൾ വിന്യസിക്കുന്ന മാത്രമല്ല മുഖ്യധാരാ ചാനലുകളും ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും തമ്മിലുള്ള ഒരു സ്വഭാവ വ്യത്യാസവും അതിർവരമ്പ് ഇല്ലാതായി കൊണ്ടുവരുന്ന ഒരു ഘട്ടമുണ്ട്. അവിടെ മുഖ്യധാരാ മാധ്യമങ്ങളെങ്കിലും തിരിച്ചറിവ് ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ പലരും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനത്തെ നമ്മൾ അംഗീകരിക്കുകയും മുഖവിലേക്കെടുക്കുകയും നമ്മളെ കൊണ്ട് തിരുത്താൻ കഴിയുന്നത് തിരുത്തുമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതാവും നല്ലത്. അല്ലെങ്കിൽ നാട്ടുകാർ ചിലപ്പം കൈവെക്കാൻ തുടങ്ങും താമസിയാൻ.